Okay, good morning students. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ പവർ പ്ലാനിങ് പേര് പോലെ തന്നെ, അതായത് മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മാനേജ്മെന്റ് ഡിറ്റർമിൻസ് how the retail organization should move from its current manpower position to its desired manpower position to carry out an integrated plan of the retail. അതായത് ഇപ്പം നിലവിൽ എത്ര ഒരു മാൻ പവർ ഉണ്ട് എന്നനുസരിച്ചും ഇനി നമുക്ക് എത്ര മാൻ പവർ ആവശ്യമുണ്ട് എന്നനുസരിച്ചിട്ടും നമ്മളൊരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിലേക്ക് ഉള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നതാണ് മാൻ പവർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മളെ കയ്യിൽ എത്ര ഹ്യൂമൻ റിസോഴ്സ് ഒരു മാൻ പവർ ഉണ്ട്, നമുക്കിനി ഭാവിയിൽ ഫ്യൂച്ചറിൽ എത്ര മാൻ പവർ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മാൻ പവർ ഉപയോഗിച്ചിട്ട് നമ്മളെ ബിസിനസ്സിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാക്കാം എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് മാൻ പവർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയാണ് പറയുന്നത് the estimation on manpower and budgets are governed by customer demands. അല്ലെങ്കിൽ കസ്റ്റമറുടെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഭാവിയിൽ നമുക്കിനി എത്ര മാൻ പവർ ഉണ്ട് എന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നിലവിലുള്ള ഇവർ ഇപ്പോൾ ഉള്ള മാൻ പവേഴ്സിന് തന്നെ നമ്മൾ നന്നായി ട്രെയിനിങ്ങും കൊടുത്താൽ മതിയോ എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിട്ട് എടുക്കാം. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ഒരു മാൻ പവറിനെ പ്ലാൻ ചെയ്യുന്നതാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഞാൻ നോക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് മാൻ പവർ പ്ലാനിങ്. ഒരു മാൻ പവർ പ്ലാനിങ്ങിന് എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് വൺ, ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? The appropriate manpower planning provides information to the management. Significance of manpower planning first one ആണ് growth. First point, growth എന്ന് പറഞ്ഞാൽ an appropriate manpower planning provides information to the management to undertake decisions relating to expansion of the existing retail operation and retail store close. അതായത് നമുക്കൊരു എന്താ പറയുക ഗ്രോത്ത് മാൻ പവേഴ്സിനെ കുറിച്ച് ഒരു അപ്രോപ്രിയേറ്റ് എന്താ പറയുക പ്ലാനിങ് ഉണ്ടായിരിക്കുക. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്പോൾ ഉള്ള ഒരു എക്സിസ്റ്റിംഗ് മാൻ പവേഴ്സും അല്ലെങ്കിൽ ഇനി എക്സ്പാൻഡ് ചെയ്യണോ എന്നതിനെ കുറിച്ച് അവരൊരു ഗ്രോത്തിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടായിരിക്കാം, മാൻ പവറിനെ കുറിച്ചൊരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനിയും അവരെ ഗ്രോത്ത് കൂട്ടണോ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കാം. ദെൻ ടാലൻറ്റ് മാനേജ്മെൻറ്റ്, സെക്കൻഡ് പോയിന്റ് ആണ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാൻ പവർ പ്ലാനിങ് ഫെസിലിറ്റേറ്റ് ദ റീറ്റെയിലർ ഇൻ ഡെവലപ്പിംഗ് എ ടാലൻറ്റ് ബഫർ ഇൻ ദ കമ്പനി. അതായത് മാൻ പവറിൽ ഓരോ മാൻ പവർ അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻ ബീങ്സിൻ്റെയും ടാലൻറ്റ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അതെന്ത് ചെയ്യുക? അത് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ടാലൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളെ ബിസിനസ്സിന് എന്താണോ ആവശ്യമുള്ളത് അത് നമ്മളെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്തിട്ട് അവരെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ അവരെ ടാലൻറ്റിന് മാനേജ് ചെയ്തെടുക്കുന്നത്. ദെൻ തേർഡ് പോയിന്റ് ആണ് കോസ്റ്റ് കൺട്രോൾ. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Manpower planning facilitates the preparation of manpower objectives and budgets for the retailer. This ensures assisting control over the various manpower contributors to the അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇനിയൊരു കുറേ മാൻ പവേഴ്സിന് ഇനിയും ഭാവിയിൽ റിക്രൂട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇപ്പോൾ ഉള്ളൊരു മാൻ പവർ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ഒന്നുകൂടി ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുത്തിട്ട് നമ്മളെ ഓർഗനൈസേഷൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് കൂട്ടിയെടുക്കുക, കോസ്റ്റ് കുറച്ചും കൊണ്ട്. അതിനാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ഫെസിലിറ്റേറ്റ് പ്ലാനിങ് ഓക്കെ, ഫെസിലിറ്റേറ്റ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Possessing an appropriate manpower plan provides background to the plan various facilities required promote welfare. അതായത് നമ്മളെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് മാൻ പവേഴ്സിൻ്റെ എന്ത് ചെയ്യുക, വെൽഫെയർ ആൻഡ് അവരുടെ വെൽബീയിങ് ഓഫ് എംപ്ലോയീസിനെ പ്രൊമോട്ട് ചെയ്യാം. അതിൻ്റെ വെൽഫെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വർക്കിംഗ് സ്റ്റാഫ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്ത് ചെയ്യാം, പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ ഫെസിലിറ്റീസ് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നതിനാണ്. ദെൻ സക്സഷൻ പ്ലാനിങ്
അഞ്ചാമത്തെ പോയിന്റ് സസെഷൻ പ്ലാനിങ്. മറ്റത് ഫെസിലിറ്റേറ്റീവ് പ്ലാനിങ് ആണെങ്കിൽ സസെഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാൻ പവർ പ്ലാനിങ് പ്രിപ്പയർസ് പീപ്പിൾ ഫോർ മീറ്റിംഗ് ഓൾ ഫ്യൂച്ചർ ചാലഞ്ചസ്. അല്ലേ, നമുക്ക് ഭാവിയിലേക്ക് വരുന്ന എല്ലാ ചാലഞ്ചസിനും അല്ലെങ്കിൽ എന്തൊക്കെ ചാലഞ്ച് ഏകദേശം ഉണ്ടാവും, ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മളെ മാൻ പവേഴ്സിനെ എന്ത് ചെയ്യാം, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, അതായത് അതിന് വേണ്ടിയിട്ടുള്ള അവർക്കുള്ള ട്രെയിനിങ്, ഒരു നോളേജ് അക്വയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് അതിനെ ഒരു എന്താ പറയുക, അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഫ്യൂച്ചർ സസെഷൻ പറഞ്ഞതാണ് ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും ഒരു ചാലഞ്ചസിന് വേണ്ടിയിട്ട് നിലവിലുള്ള എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻസ് ആണ് മാൻ പവർ പ്ലാനിങ്ങിൽ. അതായത് ഗ്രോത്ത്, ടാലൻറ്റ് മാനേജ്മെൻറ്റ്, കോസ്റ്റ് കൺട്രോൾ, ഫെസിലിറ്റേറ്റ് പ്ലാനിങ് ആൻഡ് സസെഷൻ പ്ലാനിങ്. ഓക്കെ, ദെൻ മാൻ പവർ പ്ലാനിങ് മോഡൽസ് ഉണ്ട്. എന്തൊക്കെ മോഡൽസിലാണ് ഒരു മാൻ പവേഴ്സിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എക്സാമിനിങ് റീറ്റെയിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. അതായത് എക്സാമിനിങ് റീറ്റെയിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസി. അതായത് നമ്മളെ ഒരു ഓർഗനൈസേഷൻ്റെ പോളിസീസും അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്തെടുക്കുക. അത് ഫസ്റ്റ് ഒരു മോഡൽ. അതായത് മോഡൽ മീൻസ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ. മാൻ പവർ മോഡൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. എന്താണ്? എക്സാമിനിങ് റീറ്റെയിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. നമ്മളെ ഓർഗനൈസേഷൻ്റെ പോളിസീസിനെ കുറിച്ചും ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചും നമുക്കൊരു ധാരണ എക്സാമിൻ നടത്താം. ദെൻ അസസിങ് മാൻ പവർ ഡിമാൻഡ്. അതായത് ഓരോ ജോബ്സിന് എത്ര മാൻ പവർ ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു അസസ്മെൻറ്റ് ഉണ്ടായിരിക്കുക. നമ്പർ ഓഫ് പീപ്പിൾസ്, ഏതൊക്കെ ജോലി ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ആ ജോലിക്ക് എത്ര നമ്പർ ഓഫ് പീപ്പിൾസ് വേണം എന്നുള്ളതും, ഏതൊക്കെ പീപ്പിൾസിനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ പറയുക റിക്രൂട്ട് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു അസസ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ദെൻ തേർഡ് വൺ ഫോർകാസ്റ്റിംഗ് സപ്ലൈ ഓഫ് മാൻ പവർ. അതായത് ഒരു മാൻ പവർ ഇൻവെൻട്രി ഉണ്ടാവുക. അതായത് എന്താണ്? മാൻ പവർ ഇൻവെൻട്രി ഫൈൻഡ് ഔട്ട് ദ നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് മാൻ പവർ അവൈലബിൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ ടു എംപ്ലോയീസ് ഇൻ വേരിയസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വേരിയസ് ജോബ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് മാൻ പവേഴ്സ് ആവശ്യമുണ്ട് എന്നുള്ളതും, അവരെന്താ ചെയ്യുക, അവർക്ക് അതിനുള്ള എത്ര ക്വാളിറ്റി ഓഫ് മാൻ പവേഴ്സ് ആവശ്യമുണ്ട് എന്നുള്ളതും, എത്ര നമ്പർ ഓഫ് മാൻ പവേഴ്സ് ആവശ്യമുണ്ട് എന്നുള്ളതിനൊക്കെ ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരിക്കുക. ദെൻ ഗ്യാപ്പ് അനാലിസിസ്. ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാപ്പ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ദ ഡിഫറൻസ് ദ എസ്റ്റിമേറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയി. അതായത് നിലവിൽ നമ്മൾക്ക് എത്ര എംപ്ലോയി വേണമെന്നുള്ളൊരു എസ്റ്റിമേഷൻ ഉണ്ടായിരിക്കും. അതും നമുക്ക് ഇപ്പം നിലവിൽ നമ്മളെ കയ്യിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതിന് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്താ ഗ്യാപ്പ് അനാലിസിസ്. അത് അനലൈസ് ചെയ്യാം. അതിൽ ഇനി നമുക്കിനി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇനി കുറയ്ക്കണോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു അനലൈസിങ് നടത്തുന്നത്. ദെൻ ഡിസൈനിങ് മാൻ പവർ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ എന്താ? ഓരോ ഹ്യൂമൻ ബീങ്സ് ഏതൊക്കെ ജോബ് പെർഫോം ചെയ്യണം എന്നുള്ളതും, അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, അതെങ്ങനെ എത്ര ടൈമിനുള്ളിൽ നിനക്ക് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഡിസൈനിങ്, ഒരു മാൻ പവർ അവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസൈനിങ് ഉണ്ടായിരിക്കുക. ദെൻ മാൻ പവർ പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ. നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക. എവല്യൂഷൻ ആൻഡ് ഫീഡ്ബാക്ക്. അതായത് എംപ്ലോയീസിൻ്റെ കറക്റ്റായിട്ട് അവരോട് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്സും അതിനെക്കുറിച്ചുള്ള അവരെ ഒപ്പീനിയനും ഒക്കെ എന്ത് ചെയ്യുക, വാങ്ങിക്കുക. അതെന്തിനു നമുക്ക് ഉപയോഗപ്പെടുത്താം? നമ്മളെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് അല്ലേ, അവരെ സജഷൻസും കൂടി ഏറ്റെടുത്തിട്ട് നമുക്കത് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത്രയും മാൻ പവർ പ്ലാനിങ് മോഡൽസ് ആണ്. മോഡൽസ് മീൻസ് അത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. then നമ്മളെന്താ നോക്കുന്നത്, മാൻ പവർ പ്ലാനിങ് എഫക്റ്റീവ്. അതായത് മാൻ പവർ പ്ലാനിങ്, അതായത് മാൻ പവേഴ്സ് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഒരു ഓർഗനൈസേഷൻ, റീറ്റെയിൽ ഓർഗനൈസേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ്. അതായത് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, an important element in the manpower planning is the integration of overall corporate objectives with the manpower planning objectives അല്ലേ. അതായത് ഒരു മാൻ പവർ പ്ലാനിങ് കൊണ്ട് നമുക്കൊരു ഒരു കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഓവറോൾ ഇൻ്റഗ്രേഷൻ ആണ് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്. അതായത് ദ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആർ കോൺഫ്ലിക്റ്റ് ദ എക്കണോമിക് ആൻഡ് വെൽഫെയർ ഒബ്ജക്റ്റീവ്സ് അല്ലേ. നമുക്കൊരു പ്രോപ്പർ രീതിക്കുള്ളൊരു മാൻ പവർ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെൽഫെയർ, അതായത് ഒരു എന്താ പറയുക, കോർപ്പറേറ്റ്സിൻ്റെ എക്കണോമിക് ആൻഡ് വെൽഫെയർ